തിരുവചന പദസാരം തിരുവചന പദസാരം തിരുവചന പദസാരം തിരുവചന പദസാരം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മാന്യ പ്രേക്ഷകർക്ക് തിരുവചന പദസാരത്തിൻ്റെ 165 എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയപ്പെട്ടവരെ, ഉത്ഥാനത്തിൻ്റെ മഹാവെളിച്ചം, ഹല്ലേലൂയ പകരുന്ന വലിയ സന്തോഷം, ഈ വെളിച്ചത്തിൽ നമ്മൾ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 11 അധ്യായത്തിൽ 25 വാക്യം നമുക്കൊന്ന് ഈ എപ്പിസോഡിൽ ധ്യാനിക്കാം. ഏഗോ എയ്മി ഹേ അനാസ്തസിസ് കായി ഹേ സോയെ. ഞാനാകുന്നു ഉത്ഥാനവും ജീവനും. ഞാനാകുന്നു ഉത്ഥാനവും ജീവനും. എത്ര മഹത്വമാർന്ന ഒരു പ്രഖ്യാപനമാണത്! എവിടെ കേട്ടിട്ടുണ്ട്? ആരിൽ നിന്ന് കേട്ടിട്ടുണ്ട് ഇത്രയ്ക്കു ധീരമായ ഒരു പ്രഖ്യാപനം? ഞാനാകുന്നു ഉത്ഥാനവും ജീവനും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വചനമാണത്. പ്രിയപ്പെട്ടവരെ, ഉദ്ധിതൻ്റെ വെളിച്ചത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ശക്തമായി കയറി വരേണ്ട തിരുവചനമാണ് ഇത്. ഞാനാകുന്നു ഉത്ഥാനവും ജീവനും. അനാസ്തസിസ്, അനാസ്തസിസ് അതാണ് ഉത്ഥാനത്തിൻ്റെ പദം. സോയെ അതാണ് ജീവൻ്റെ പദം. ഇനി രസകരമായ കാര്യം, ഞാൻ ഉയിർപ്പിക്കുന്നവനാണ് എന്നോ ഞാൻ ജീവൻ നൽകുന്നവനാണ് എന്നോ അല്ല ഈ വാക്യത്തിൽ പറയുന്നത് എന്നോർക്കണം. അതായത് ഉയിർപ്പിൻ്റെ സ്രോതസ് ഞാനാണ്, അല്ലെങ്കിൽ ജീവൻ്റെ സ്രോതസ് ഞാനാണ് എന്നല്ല. മറിച്ച് ഞാൻ ആകുന്നു ഉത്ഥാനം, ഞാൻ ആകുന്നു ജീവൻ. ഇത് ഭാഷാപരമായി വളരെ സോളിഡ് സ്റ്റേറ്റ്മെൻ്റാണ്. അതുകൊണ്ടാണ് തൊട്ടു പിന്നാലെ വരുന്ന ഭാഗത്ത് ഹോ പിസ്റ്റ്യൂഓൻ എയ്സ് എമേ, എന്നിൽ വിശ്വസിക്കുന്നവൻ എന്ന പരിഭാഷ പോരാ. എയ്സ് എമേ, എയ്സ് എന്നത് ഗ്രീക്കിലെ പ്രിപ്പോസിഷനാണ്. പക്ഷേ അത് ഒരു ഡൈനമിക് പ്രിപ്പോസിഷനാണ്. ഇൻ മീ എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അതത്ര കൃത്യമായി കൊടുക്കാനാവില്ല. ഇംഗ്ലീഷിൽ ഇൻ ടു മീ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ആശയം കിട്ടും. ഇൻ എന്നാൽ വെറുതെ ഒരു ലൊക്കേറ്റീവ് സെൻസും, ഇൻ ടു എന്നാൽ ഒരു ഡൈനമിക് മൂവ്മെൻറ്റ് സെൻസും അവിടെ ഉണ്ടല്ലോ. അപ്പോൾ എന്നിലേക്ക് വിശ്വസിക്കുന്നവൻ. പ്രിയപ്പെട്ടവരെ, യേശുവിലേക്കുള്ള വളരെ ചലനാത്മകമായ, വളരെ ഹൃദ്യമായ, വളരെ സജീവമായ ഒരു വിശ്വാസം, അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അങ്ങനെ യേശുവിലേക്കൊരാൾ വിശ്വാസത്തിൽ ഊളിയിട്ടിറങ്ങുന്നതോടെ അയാൾ നിത്യതയിലേക്ക് പ്രവേശിക്കുകയാണ്, അയാൾ ഉത്ഥാനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കാരണം എന്താണ്? ഈശോ പറയുന്നു, ഞാനാണ് ഉത്ഥാനം, ഞാനാണ് ജീവൻ. ഇങ്ങനെ ഈ പിസ്റ്റ്യൂവോ എയ്സ് പ്ലസ് അക്യൂസേറ്റീവ്, കേട്ടോ, അക്യൂസേറ്റീവ് കേസാണ്. അപ്പോൾ ഇത് നമുക്ക് ബൈബിളിൽ പലയിടത്തും കാണാൻ കഴിയും.
യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് പിസ്റ്റ്യൂവോൺ എയ്സ് ഔത്തോൺ. അതിൽ 3:18 നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വീണ്ടും 3:36 കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെയുള്ളൊരു മറ്റൊരു പ്രയോഗമാണ് പിസ്റ്റ്യൂവോ പ്രോസ് ഔത്തോൺ. എയ്സ് എന്ന പ്രിപ്പോസിഷൻ പോലെ തന്നെ മറ്റൊന്നാണ് പ്രോസ്. പക്ഷേ ആ പ്രോസിലും ഈ ഡൈനമിക് നേച്ചർ, ഈ ചലനാത്മകത ഉണ്ട് എന്നതാണ്. പ്രിയപ്പെട്ടവർ, ഉത്ഥാനത്തിൻ്റെ പ്രഭയിൽ കുളിച്ചു നിൽക്കുന്ന നമുക്ക് ഈശോയുടെ അതിശക്തമായ, വളരെ പ്രൗഢഗംഭീരമായ ആ പ്രസ്താവന ഒരിക്കൽ കൂടി കേൾക്കാം. ഏഗോ എയ്മി ഹേ അനാസ്തസിസ് കായ് ഹേ സോയെ. ഞാനാകുന്നു ഉത്ഥാനവും ജീവനും. ഉത്ഥാനത്തിലേക്ക് നമുക്ക് ഊളിയിടാം, ജീവനിലേക്ക് നമുക്ക് ഊളിയിടാം, ക്രിസ്തുവിലേക്ക് നമുക്ക് വിശ്വാസത്തിൽ ആഴപ്പെട്ട് നീങ്ങാം. ദൈവത്തിന് നന്ദി. നിങ്ങൾക്ക് സമാധാനം. വചനപദസാരം തിരുവചനപദസാരം തിരുവചനപദസാരം